children, welcome to Kids Area Online. Second term exam start ആകാറായി. നിങ്ങൾ പഠിച്ചു തുടങ്ങിയായിരുന്നോ? നമുക്ക് പഠിച്ചു തുടങ്ങാവോ? യെസ്. അപ്പോൾ ക്ലാസ് 1ന്റെ ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ വേഗത്തിൽ ബുക്കും പെൻസിലും എടുക്കുക. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ട്യൂഷൻ നൽകുന്നത്. എല്ലാ ദിവസവും 1 hour ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ 3rd ടേം ട്യൂഷൻ ഡിസംബർ 29 തീയതി തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. ലൈവ് ക്ലാസ് നടക്കുന്ന ദിവസം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. STD 1 മുതൽ STD 5 വരെയാണ് ട്യൂഷനുള്ളത്. ഇംഗ്ലീഷ്, മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്കേഷനിലാണ്. ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ്. നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. മാർച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതൊന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക. ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസംബർ 29 മുമ്പ് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഡിയർ ചിൽഡ്രൻ, ഇവിടെ നിങ്ങൾ ആരൊക്കെ കാണുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇതാരാ? ക്യാറ്റ്. ഹു ഇസ് ദിസ്? ഇതാരാണ്? പപ്പി. ക്യാറ്റിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്, പപ്പിയെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ക്യാറ്റ് എവിടാണ്? ക്യാറ്റ് ടേബിളിന് മുകളിലാണ്. ക്യാറ്റ് ടേബിളിന് മുകളിലാണ്. ക്യാറ്റ് ടേബിളിന് മുകളിലാണ്. പപ്പിയോ? മുകളിലാണോ താഴെയാണോ? താഴെയാണല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓൺ, ഇൻ, അണ്ടർ. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഠിച്ചിട്ടേ സ്കൂളിൽ പോകാവൂ. എക്സാം എഴുതാനായിട്ട് പഠിച്ചിട്ട് പോകണം. അതുകൊണ്ട് ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കണേ. ഓൺ, ഇൻ, അണ്ടർ. ഓണിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ON. ON, ഓൺ. IN, ഇൻ. ON, ഓൺ. IN, ഇൻ. അണ്ടർ. അണ്ടറിൻ്റെ സ്പെല്ലിംഗ് കുറച്ച് വലുതാ. UN, ഇവിടെ ON, IN, ഇവിടെ UN. DER, അണ്ടർ. UN, DER, അണ്ടർ. ഓണിൻ്റെ സ്പെല്ലിംഗ് എന്താ? ON. ഇന്നിൻ്റെ സ്പെല്ലിംഗ് IN. അണ്ടറിൻ്റെ സ്പെല്ലിംഗ് UN, DER. അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഓൺ, ഇൻ, അണ്ടർ അതെന്താണ്? എവിടെയാണ് നമ്മൾ എഴുതുക? അത് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നോക്കിയേ, ഇതൊരു ചീസാണ്. ചീസിന് മുകളിൽ ആരാ? മൗസ്. മൗസ്. അപ്പോൾ മുകളിലാണ്. ചീസിൻ്റെ എവിടാ? മുകളിൽ. എന്തെങ്കിലും മുകളിലാണ്. എന്തിൻ്റെങ്കിലും മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഓൺ. ഓൺ. മുകളിലാണെങ്കിൽ എന്ത് പറയും? ഓൺ ചേർക്കണം. മുകളിലാണെങ്കിൽ ഓൺ ചേർക്കണം. ഇനി ഇവിടെ നോക്കിയേ, ഈ മൗസ് ഇപ്പോൾ എവിടെയാ? കപ്പിൻ്റെ ഉള്ളിലാണ്. കപ്പിൻ്റെ ഉള്ളിൽ. ഉള്ളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇൻ. എന്താ പറയുക? ഇൻ. ഇനിയോ ഇവിടെ നോക്കിയേ, ഈ മഷ്റൂമിൻ്റെ അടിയിലാ. അടിയിൽ. അടിയിലാണെങ്കിൽ എന്ത് പറയും? അണ്ടർ. അടിയിലാണെങ്കിൽ എന്ത് പറയും? അണ്ടർ. നിങ്ങൾ ടേബിളിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കാറില്ലേ? യെസ്. അപ്പോൾ അണ്ടർ ദ ടേബിൾ. ടേബിളിൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പോൾ അണ്ടർ, അടിയിൽ. 3 കാര്യങ്ങൾ മനസ്സിലായോ? ഇവിടെ ഒരു മൗസ് ചീസിന് മുകളിൽ നിൽക്കുന്നു. മുകളിലാണെങ്കിൽ എന്താ പറയുക? ഓൺ. ഇവിടെ ഒരു മൗസ് കപ്പിൻ്റെ ഉള്ളിലാണ്. എന്താ പറയുക? ഇൻ. ഇനി അടിയിലാണെങ്കിൽ എന്താ പറയുക? മഷ്റൂമിൻ്റെ അടിയിൽ. നമ്മൾ അംബ്രല്ലയുടെ അടിയിലൊക്കെ നനയാതെ മഴ നനയാതെ പോകത്തില്ലേ? അതുപോലെ മഷ്റൂമിൻ്റെ അടിയിൽ കണ്ടോ മൗസ്? എന്താ പറയുക? അണ്ടർ. ഓൺ, ഇൻ, അണ്ടർ. മുകളിലാണെങ്കിൽ ഓൺ, അകത്താണെങ്കിൽ ഇൻ, അടിയിലാണെങ്കിൽ അണ്ടർ. ഇപ്പോൾ മനസ്സിലായോ? മുകളിലാണെങ്കിൽ നമ്മൾ എന്തെഴുതും? ഓൺ എന്നെഴുതും.
അകത്താണെങ്കിൽ എന്തെഴുതും? ഇൻ എന്നെഴുതും. അടിയിലാണെങ്കിൽ എന്തെഴുതും? അണ്ടർ എന്നെഴുതും. ക്ലിയർ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ? ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ടീച്ചർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, എന്നിട്ട് എന്താണോ പറയുന്നത് അത് ചെയ്യുക. ഇവിടെ പപ്പിയുണ്ട്. പപ്പി എന്ത് ചെയ്യാണ്? മാറ്റിന് മുകളിൽ ഉറങ്ങുന്നുണ്ട്. നോക്കി, വിൻഡോയുടെ പുറത്ത് എന്ത് കാണുന്നുണ്ട്? ഒരു ട്രീയുടെ പുറത്ത് ആരിയ്ക്കുന്നുണ്ട്? പാരറ്റ് ഉണ്ട്. ഇവിടെ ചുവരിൽ എന്താ കാണുന്നേ? ക്ലോക്ക് കാണുന്നുണ്ട്. ടേബിളിന്റെ അടിയിൽ എന്താ ഉള്ളത്? കാർ അല്ലെങ്കിൽ ടോയ് കാർ. ടേബിളിന്റെ മുകളിൽ എന്തൊക്കെയുണ്ട്? ഇവിടെ നോക്കിയേ, ക്യാറ്റ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, ഫ്ലവർ വേസ് ഉണ്ട്. ഓക്കെ, ഇനി ടീച്ചർ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നാമത് ടീച്ചർ പറയുന്നുണ്ട്, ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. ശരിയാണെങ്കിൽ ശരി കൊടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റു കൊടുക്കുക. ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. സ്ലീപ്പിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പപ്പി ഉറങ്ങുന്നുണ്ട്. എവിടെ ഉറങ്ങുന്നു? ഓൺ എ മാറ്റ്. മാറ്റിന് മുകളിൽ ഉറങ്ങുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇൻ എ മാറ്റ് എന്ന് എഴുതിയാൽ തെറ്റാണ്. അണ്ടർ എ മാറ്റ് എന്ന് എഴുതിയാൽ തെറ്റാണ്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളേ? ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. മാറ്റിന് മുകളിൽ പപ്പി ഉറങ്ങുന്നു. ശരിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം, ശരി ചിഹ്നം കൊടുക്കണം. ബി ക്വസ്റ്റ്യൻ, എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. ടോയ് കാർ ഇതാണല്ലോ. ടോയ് കാർ ഓൺ ദ ടേബിൾ. ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിളിന്റെ മുകളിൽ. ഓൺ, ടീച്ചർ പറഞ്ഞു ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ. എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. ടോയ് കാർ ഓൺ ദ ടേബിൾ ആണോ? നോ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? തെറ്റെന്ന് നമ്മൾ കൊടുക്കും അല്ലേ? എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ ആണോ? അല്ല, തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കാം. എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. എ പാരറ്റ് ഈസ് ഫ്ലൈയിങ്. പാരറ്റ് എന്ത് ചെയ്യുന്നു? പറക്കുന്നു. എവിടെയാ? ഇൻ ദ സ്കൈ. പാരറ്റ് ആകാശത്ത് പറക്കുന്നു. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എന്താണ്? തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം? തെറ്റെന്ന് കൊടുക്കുക, ക്രോസ് സിമ്പൽ കൊടുക്കുക. അല്ലെങ്കിൽ ശരിയാണെങ്കിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. ടിക്ക് മാർക്കാണോ കൊടുക്കേണ്ടേ? അല്ല, ക്രോസ് സിമ്പൽ. എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. നോ, പാരറ്റ് പറക്കുന്നില്ല. ഡി ക്വസ്റ്റ്യൻ, എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. കാറ്റ് ഓൺ ദ ടേബിൾ. ടേബിളിന് മുകളിലാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താണ്? എ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ക്ലോക്ക്, വോൾ എന്ന് പറഞ്ഞ ചുവരിന്റെ പുറത്താണ്. ചുവരിന്റെ പുറത്തല്ലേ ക്ലോക്ക് വയ്ക്കുക? അതെ, ചുവരിന്റെ പുറത്താണ് നമ്മൾ ക്ലോക്ക് വയ്ക്കുക. അപ്പോൾ അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മുകളിലായിരിക്കണം. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ. ഇവിടെ എ പാരറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. ഓൺ, ട്രീയുടെ മുകളിലായിരിക്കുന്നത് അല്ലേ? ഇവിടെ ഓൺ ദ വാൾ, ചുവരിന്റെ മുകളിലാണ് ക്ലോക്ക് ഇരിക്കുന്നത്. കാറ്റ് ആണെങ്കിലോ ഓൺ ദ ടേബിൾ. ടേബിളിന് മുകളിലാണ് ആരുള്ളത്? കാറ്റ് ഉള്ളത്. ഇവിടെ ഓൺ ദ മാറ്റ്. മാറ്റിന് മുകളിലാണ് ഡോഗ് ഉള്ളത്. അപ്പോൾ ഓൺ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ടോയ് കാർ എവിടെയാണ്? അണ്ടർ ദ ടേബിൾ. കാർ എവിടെയാണ്? അണ്ടർ ദ ടേബിൾ. ടേബിളിന്റെ അടിയിലാണ്. ആപ്പിൾ എവിടെയാണ്? ഇൻ ദ ബാസ്കറ്റ്. ബാസ്കറ്റിന്റെ ഉള്ളിലാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ അകത്ത്, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ഇൻ, ഓൺ, അണ്ടർ. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ട്യൂഷൻ നൽകുന്നത്. എല്ലാ ദിവസവും 1 hour ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ 3rd ടേം ട്യൂഷൻ
ഡിസംബർ 29 തീയതി തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. ലൈവ് ക്ലാസ് നടക്കുന്ന ദിവസം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. STD 1 മുതൽ STD 5 വരെയാണ് ട്യൂഷൻ ഉള്ളത്. ഇംഗ്ലീഷ്, മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്കേഷനിലാണ്. ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ്. നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. മാർച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതൊന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക. ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസംബർ 29 മുമ്പ് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.